CPM ആണ് ആ മുത്തങ്ങ സമരം വിറ്റ് പാശാക്കിയതും അധികാരത്തിൽ വന്നതും. ഓരോ കോളനിയിലും അവിടെ നടന്ന പോലീസിന്റെ നരനായിട്ട് CD ആയിട്ട് കൊണ്ടുപോയി കോളനികളിൽ പ്രൊജക്റ്റ് വെച്ച് കാണിച്ച് വോട്ട് പിടിച്ച് അതിൻ്റെ പേരിൽ പിരിവെടുത്ത് കാശുണ്ടാക്കിയ ആളുകളാണ് അവർ. എന്നിട്ട് അവർ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ പേരിൽ ചാർജ് ചെയ്യാത്ത 2 കേസ് പുതിയതായിട്ട് അവർ അധികാരത്തിൽ വന്നപ്പോൾ ചാർജ് ചെയ്തു. പ്രതിയല്ലാത്ത കുറേ ആളുകളെയും കൂടെ പ്രതികളാക്കി ചേർത്തു. ഇതാണ് അവർ ചെയ്തത്. മറ്റതിനെക്കാട്ടും വലിയ ചതിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നടത്തിയിട്ടുള്ള മുഴുവൻ സമരത്തിലെ ഒരു ഒത്തുതീർപ്പ് കരാറ്, ഒരു ഭൂമി കൊടുക്കുന്ന പ്രക്രിയ ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരുടെ ഭരണ സമയത്ത് തന്നെയാണ്. ആ കാര്യത്തിൽ ആന്റണിയുടെ സമയത്താണ് കുടിൽക്കട്ടൽ സമരം നടക്കുന്നത്. അന്നാണ് ഭൂമി കൊടുക്കാനുള്ള എഗ്രിമെന്റ് ഗോത്രമഹാസഭയും ആന്റണിയായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ കണ്ട ഭൂമി അടക്കം മുഴുവൻ കൊടുത്തിട്ടുള്ളതും. കേന്ദ്രത്തിൽ നിന്ന് 25,000 ഏക്കർ ഭൂമി 25,000 ഹെക്ടർ ഭൂമി വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് മേടിച്ചതൊക്കെ ആന്റണി ഗവൺമെന്റ് കാലത്താണ്. ഇപ്പോൾ മുത്തങ്ങയിലുള്ള 200 പേർക്ക് ഭൂമി കൊടുക്കുന്ന ഒരു സംഭവം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായപ്പോൾ നിൽപ്പ് സമരം നടത്തിയപ്പോഴുണ്ടാക്കിയത്. 200 പേർക്ക് കൊടുക്കാൻ വേണ്ടി ആക്കിയത്. അതെല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് സ്ഥലവും സ്പോട്ടും ഒന്നും ഇതുവരെ ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടാക്കിയത് UDF ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു. അത് നമ്മൾ എവിടെയും പറയും. നമുക്ക് വേണ്ടി നല്ലത് ചെയ്തവൻ നാളെ നമ്മളെ കൊന്നാലും അവൻ അന്ന് നല്ലത് ചെയ്തിട്ട് ഇന്ന് ഞങ്ങളെ കൊന്നു എന്ന് തന്നെ പറയും. അതിലൊന്നും നമുക്കൊരു വിട്ടുവീഴ്ചയൊന്നും നമ്മൾ ചെയ്യില്ല. എന്നിട്ട് ആ നിയമത്തിന് ഭേദഗതി ചെയ്യുന്ന പണിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തത്. ഓരോ സമയത്തും ഇവരെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇവിടുത്തെ ആദിവാസി, ദളിതര്, പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത മനോഭാവത്തോടെ ഇവരെ അകറ്റി നിർത്തി ഇല്ലായ്മ ചെയ്തത് ഇടതുപക്ഷം പ്രസ്ഥാനം തന്നെ. ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് ഞാൻ എവിടെയും പറയും.